5 മക്കളുള്ള പെണ്ണിന്റെ കൂടെ കഴിയാം, കല്യാണം തെറ്റ്. ഓഹോ, എന്ത് ലോകമാടോ. നീ തെളിവ് കൊണ്ടുവാ, എന്റെ കയ്യിൽ ഫുള്ള് തെളിവുണ്ട്. ഓക്കേ. അപ്പം ഷാജിദ ഷാജി, യൂട്യൂബ് തുറന്നാൽ ഷാജിദ ഷാജിയുടെ വീഡിയോ ആടാ, അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാൽ ഷാജിദ ഷാജിയെ പറ്റി ആരെങ്കിലും ഒക്കെ റിയാക്ട് ചെയ്ത വീഡിയോ ആടാ ഞങ്ങൾക്ക് റെക്കമെൻഡേഷനിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം അവർക്കൊക്കെ അറിയണം ആരാണ് ഈ ഷാജിദ ഷാജി, ഇത്രയും ഫേമസ് ആണോ ഈ ഒരു ചേച്ചി എന്നുള്ള കാര്യം. അപ്പോ ഞാനും എന്താണ് ഇപ്പൊ പുതുതായിട്ട് എന്തെങ്കിലും വന്നോ ഷാജിദ ചേച്ചിയുടെ എന്നും പറഞ്ഞ് വെറുതെ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഷാജിദ ആന്റിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംഗതി നമുക്ക് അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം വേറൊന്നുമല്ല, ലാസ്റ്റ് ഷാജിദ ഷാജി ഇട്ട വീഡിയോയ്ക്കകത്ത് നിന്ന് പ്രോപ്പർ ആയിട്ട് ഷാജിദ ഷാജിയുടെ സബ്സ്ക്രൈബേഴ്സിനും ഷാജിദ ഷാജിയെ ഇഷ്ടമല്ലാത്തവർക്കും മനസ്സിലാക്കി ഞാൻ തരാം. വേറൊന്നുമല്ല, നല്ല ഒന്നാന്തര ഉടായിപ്പാണ് ഈ ഒരു ചേച്ചി എന്നുള്ളത്. ഇവരുടെ തനി സ്വഭാവം ഇവരുടെ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതോടൊപ്പം തന്നെ ഷാജിദ ഷാജിയെ റിയാക്ട് ചെയ്ത ഒരു ചേട്ടന്റെ വീഡിയോയും ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. പുള്ളി അതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ്, ലൈക്ക് ഈ ഷാജിദ ഷാജിക്കെതിരെയുള്ള ഒരു എവിഡൻസും കാണിക്കുന്നുണ്ട്. സോ അതെല്ലാം ഒന്ന് നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും നമുക്ക് ഷാജിദ ആന്റിയുടെ വീഡിയോ അങ്ങോട്ട് കണ്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി ഞാൻ സംസാരിക്കാം. എൻ്റെ 5 പ്രസവം എൻ്റെ ഇക്കയാണ് നോക്കിയിരിക്കുന്നത്. എൻ്റെ ഉമ്മയും നോക്കിയിട്ടില്ല, എൻ്റെ ഇക്കാൻ്റെ ആൾക്കാരും നോക്കിയിട്ടില്ല, ഇക്കാൻ്റെ ഉപ്പ അവരാരും നോക്കിയിട്ടില്ല, ഈ പറയുന്ന റംലു നോക്കിയിട്ടില്ല, റംലുവിൻ്റെ അളിയനും നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം, കഥകൾ ഞാൻ പറഞ്ഞുതരാം. അവള് മുഴുവൻ കഥകൾ എടുത്തിട്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. ചേച്ചി ആ കഥ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഈ റംല, ഈ ഷാജിദ ഷാജിയുടെ വിഷയമൊക്കെ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും ഈ റംല എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ എന്തിനാണ് ഇവരിപ്പോ ഇവിടെ വന്ന് പറയുന്നത് എന്നുള്ളത്. ഇവരുടെ ബന്ധുവായിട്ടുള്ള ഈ റംല കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വേറൊരു യൂട്യൂബർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് നാട്ടുകാരെല്ലാം കൂടെ എടുത്തങ്ങ് പൊങ്കാല ഇട്ടടേ, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഈ ചേച്ചിയുടെ സ്ഥിരം പരിപാടി, ഇവര് ഒരു ഫാമിലി വ്ളോഗിങ് പരിപാടിയായിട്ടൊന്നും എനിക്ക് ഇവരെ കണക്കൂട്ടാൻ പറ്റുന്നില്ല. കാരണം മൊത്തത്തിൽ ശോകം, എല്ലാ ദിവസവും ശോകം വീഡിയോസ്. അങ്ങനെ വയ്യ, ഇങ്ങനെ വയ്യ, മറ്റേത് വയ്യ, ഇല്ലെങ്കിൽ പിന്നെ ഇതേ കണക്ക് പരദൂഷണം, ഇവരുടെ കുടുംബക്കാരെ തെറി പറയുക, അവരെ തെറി പറയുക. ഇതാണ് ഈ ചേച്ചി, മനസ്സിലായില്ലേ? ഇതാണ് ഈ ചേച്ചി. നല്ല ഒന്നാന്തരം ഒരു പരദൂഷണം അമ്മായിയാണ് ഈ ചേച്ചി എന്നുള്ളത് ഇത് ഈ വീഡിയോക്കകത്തൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ബാക്കിയാണ് ലാസ്റ്റത്തെ ഒരു പ്രസവത്തിന് ഇവരൊന്നും പ്രസവത്തിനേ വന്നിട്ടില്ല കേട്ടോ. പ്രസവം ഇതാക്കാനോ നോക്കാനോ ഒന്നിനും വരാത്ത ആൾക്കാരാണ്. പിന്നെ ലാസ്റ്റത്തെ ഒരു പ്രസവത്തിന് ഇവള് വന്നിട്ട് ഇവളും വേറൊരു മൂത്തശ്ശിയും കൂടി വന്നു കേട്ടോ. കഴുത്ത് വേദന എന്താണോ, അപ്പൊ ഇവളും വേറൊരു മൂത്തശ്ശിയും കൂടി വന്നിട്ട്. കഴുത്ത് വേദനിക്കുന്നെങ്കിൽ എന്റെ കുട്ടി ക്യാമറ ഓഫ് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ ചെയ്താൽ മതി. എനിക്കൊക്കെ നല്ല നടുവേന പിടിച്ചിരുന്ന് നമ്മള് ഇരുന്ന സമയത്ത് ഞാനൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നടുവൊക്കെ പൊളന്നിരുന്ന വീഡിയോ എടുത്തോണ്ടിരുന്നത്, മനസ്സിലായില്ലേ? അത് നടു ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ നിർത്തും, ക്യാമറയൊക്കെ നിർത്തി. 2 ദിവസത്തേക്കൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ആ സമയത്ത്. പിന്നെ ചില സമയത്ത് നമ്മൾ നിർത്തും, മനസ്സിലായില്ല? അത്രയും വേദന ഉണ്ടെങ്കിൽ. പക്ഷെ ഈ ചേച്ചിക്ക് ഇവിടെ ഇപ്പൊ ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മറ്റേ പെടലിക്ക് വേദന എടുക്കുന്നത്, പിന്നെ ഇതിനെ പറ്റി ഒന്നും പറയുന്നൊന്നും കാണുന്നില്ല. പെട്ടെന്ന് വേദന അങ്ങ് പോയാ ചേച്ചി? അല്ല, അറിയാൻ പാടില്ലേ, ചേച്ചി ആയതുകൊണ്ട് ചിലപ്പോ പെട്ടെന്ന് പോവായിരിക്കും, അല്ലയോ? ബാക്കി കാണാം നമുക്ക്. പ്രസവം നോക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ പ്രസവിച്ചെടുക്കണ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഇക്കയും ഞാനും ചാച്ചുട്ടിയും മാത്രമാണ് ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇക്കാൻ്റെ ഒരു അമ്മായിൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ. കാരണം ലേബർ റൂമിൻ്റെ അവിടേക്ക് ആണുങ്ങളെ കയറ്റില്ല. അതുവരെയ്ക്ക് ഇക്ക നോക്കിയെങ്കിലും ലേബർ റൂമിൻ്റെ അവിടേക്ക് ആണുങ്ങളെ കയറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട്, സംഭവമുണ്ട്, കുട്ടീനെ മേടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇക്കാൻ്റെ ഒരു അമ്മായിൻ്റെ മോളിൽ കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇരിക്കെ ഇവർ ഒരു ദിവസം വന്നു കേട്ടോ. ഒരു ദിവസം ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന റംലും ആജറ പറയുന്ന ഒരു മൂത്തശ്ശിയും കൂടി വന്നിട്ട് ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ വന്നു ഫുഡും കാര്യങ്ങളൊക്കെ തന്നു. അന്നത്തെ രാത്രി സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞിനെ നോക്കാൻ വന്ന, ഒരു പ്രസവിച്ച പെണ്ണിനെ നോക്കാൻ വന്നാൽ എന്താ ചെയ്യുക? ഉറക്കൊഴിച്ചിട്ട് ആ കുട്ടീനെ നോക്കുക, അല്ലെങ്കിൽ ആ പ്രസവിച്ച പെണ്ണിനെ നോക്കാന്നല്ലേ. ഇവർ രണ്ടാളും സുഖമായിട്ട് താഴെ പായോ എന്തോ വിരിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങി, നേരം വെളുക്കോളം കിടന്നുറങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, ഇവൾക്ക് ഭക്ഷണം കൊടുക്കാൻ ചെന്ന ഇവളുടെ ആ ഒരു ബന്ധുക്കാര്, അവരെ വേണം ആദ്യമേ ചവിട്ടാൻ. ഇതുപോലൊരു ഐറ്റത്തിനൊക്കെ നിങ്ങളല്ലാതെ ആരെങ്കിലും കൊണ്ട് ഫുഡ് കൊടുക്കുവോ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയ. ഭക്ഷണം കൊണ്ട് കൊടുത്തവരാ, അവരെ ഇപ്പൊ കുറ്റം പറയുന്നു ഇരുന്നുകൊണ്ട്. അവര് രാത്രി മൊത്തം ഇരുന്ന് കുഞ്ഞിനെ നോക്കിയില്ല, അവളെ നോക്കിയില്ല എന്ന്. ഇടേ എന്താ ഇതിനോട് പറയണ്ടേ? ഒരു അമ്മയുടെ ധർമ്മമാണ് കുഞ്ഞിനെ നോക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രസവിച്ച ഉടനെ ഈ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും
ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിനക്കല്ലേ അതിന് മുല കൂട്ടാൻ പറ്റൂ. നീയല്ലേ അതിനെ നോക്കേണ്ടത് ഉറക്കേണ്ടതും ഒക്കെ. അല്ല അതും വന്നവര് ചെയ്തു കൊടുക്കണം. അവര് ചെയ്തു കൊടുത്തില്ല എന്ന് പറഞ്ഞ അവരെ തെറി പറയാനിരിക്കുന്ന ഈ ഐറ്റത്തിനെ എന്ത് പറയണം? നിങ്ങൾ പറ, കമന്റ് ബോക്സിൽ പറ. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. അല്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഭക്ഷണം കൊടുക്കാൻ കൊണ്ട് പോയ അവരെ ഞാൻ പറയുന്നുള്ളൂ. എന്തിന്? നിങ്ങളല്ലാതെ ആരെങ്കിലും ഇതുപോലത്തെ ഐറ്റത്തിനൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പോവോ? എങ്ങനെ പറയാൻ പറ്റുന്നു എന്റെ ഷാജി താങ്കൾക്ക്? അവര് രാത്രി കിടന്നുറങ്ങി, പിന്നെ അവരെന്ത് ചെയ്യണം? രാത്രി മൊത്തം തലകുത്തി നിൽക്കണോ? ഒരു ഹോസ്പിറ്റലിൽ പ്രസവം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എന്റെ പൊന്നുമോളെ, നീ തന്നെ ആ കുഞ്ഞിനെ പരിധിയിൽ കൂടുതൽ നോക്കേണ്ടത്. നീ ഉണ്ടെങ്കിലേ അത് കരയാതിരിക്കത്തുള്ളൂ. നീ പാല് കൊടുക്കണം, അല്ലാതെ വന്നവരല്ല ഇനി പാല് കൊടുക്കേണ്ടത്. എന്ത് വർത്താനമൊക്കെയാണോ നീ പറയുന്നത്? അവര് ചോറ് കൊണ്ട് വെച്ച് കിടന്നുറങ്ങിയെന്ന്. പിന്നെ അവരെന്ത് ചെയ്യണം? കഷ്ടം. ഒരു മാതൃത്വം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ നീ നോക്കണമെന്നോ ഇതൊന്നും അറിയാതെ എന്തിനാണ് പുള്ളേ നീ 5 എണ്ണത്തിനെ പ്രസവിച്ചത്? ബാക്കി ആ സമയത്ത് ഞാൻ നേരം വെളുക്കോളം എൻ്റെ കുട്ടീനെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഷാരിക്കുമോനെ ഞാൻ നോക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പം അടുത്തുള്ള ബെഡുകാർ പറയണേ, എന്ത് നാത്തൂമാരാണ് അല്ലേ, എന്ത് മൂത്തശ്ശിയാണ്, എന്തിനാ പിന്നെ ഇവരെ കൊണ്ട് വന്നിരിക്കുന്നത്, ഇവർക്ക് വരാണ്ടിരുന്നൂടെ, ഒരു പെൺകുട്ടിനെ നോക്കാൻ വന്നതാണ് അത്ര. എന്നിട്ട് അവർ സുഖമായി ചോറും കഴിച്ചിട്ട് അവർ സുഖമായി കിടന്നുറങ്ങി. ഇതാണ് അവൾ പറഞ്ഞ ഒരു നോട്ടം. പിന്നെ ഒരു ഉറുപ്പേൻ്റെ ഉപകാരമില്ലാത്ത റംലും അളിയന്മാരും ഇവരൊക്കെ പൈസ ഒക്കെ അങ്ങോട്ട് പൈസ ഒക്കെ ഇവരുടെ അടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് പറഞ്ഞാൽ അങ്ങോട്ടും തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും എൻ്റെ ഇക്ക. പിന്നെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ ആ തന്നവര് കണക്ക് പറഞ്ഞ് തിരിച്ചു ചോദിക്കണ്ടേ? അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല അത് ബന്ധുക്കാരാണെങ്കിൽ പോലും ചോദിക്കും. അതിനകത്ത് എന്താ ഇത്ര തെറ്റിരിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ല മോളെ ഷാജി, എന്താ അതിനകത്ത് ഇത്ര തെറ്റിരിക്കുന്നതെന്ന്. ഇനി അതും പോട്ടെ, നേരത്തെ മറ്റേ കുഞ്ഞിനെ നോക്കുന്ന കേസ് പറഞ്ഞില്ല. ഇപ്പോഴും ഒരു കാര്യം കൂടി ആലോചിച്ചത്, ഞാനും കണ്ടിട്ടുണ്ട് സുഹൃത്തുക്കളുടെയൊക്കെ ഭാര്യമാരൊക്കെ ഇവരിങ്ങനെ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോഴത്തേക്ക് കുടുംബക്കാരൊക്കെ പോയി നിൽക്കും. രാത്രിയിൽ അവരൊക്കെ കിടന്ന് ഉറങ്ങൂടെ? ഈ കുഞ്ഞിന് പാലും കൊടുത്ത അമ്മയും കിടന്ന് ഉറങ്ങും. സാധാരണ അങ്ങനെയാ. ഇല്ലെങ്കിൽ പിന്നെ കുഞ്ഞിടയ്ക്ക് ഉണരുമ്പോഴത്തേക്ക് അമ്മയുടെ ഉണരും, എന്നിട്ട് കുറച്ചു നേരം കുഞ്ഞിനെ നോക്കും, എന്നിട്ട് പാല് വീണ്ടും കൊടുക്കും, കിടന്നുറങ്ങും. ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ചേച്ചിമാർക്കൊക്കെ അറിയാമായിരിക്കും. നിങ്ങൾ പറ. എന്നിട്ട് പകല് ചിലപ്പോൾ ഇനിയും ഈ ഒരു പെൺകുട്ടിക്ക് ഉറക്കം രാത്രിയിൽ കിട്ടിയില്ലെങ്കിൽ പകൽ എന്ത് ചെയ്യും? പാലൊക്കെ കൊടുത്തിട്ട് അവിടെ വന്നിരിക്കുന്ന ആളുകൾ ബന്ധുക്കാരിലായിട്ട് കുഞ്ഞിനെ കൊടുക്കും. എന്നിട്ട് ഈ പെൺകുട്ടി കിടന്നുറങ്ങും. ഞാൻ ഇങ്ങനെയൊക്കെയാ കേട്ടാ കണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം. നമ്മൾ ഇങ്ങനെയൊക്കെയാ കണ്ടിരിക്കുന്നത്. ഷാജിക്ക് മാത്രം അത് മൊത്തം മറ്റേ കുറ്റമാണ്. റംല രാത്രി വന്ന്, റംലയല്ലോ വേറെ ആരാട്ടോ, ഏതോ ഒരു ബന്ധു രാത്രി വന്ന് ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങിയെന്ന്. നിനക്ക് തിന്നാൻ കൊണ്ട് തന്നെയല്ലേ അവര്? അതിന്റെ ഒരു നന്ദി അത്രയും കാണിച്ചാൽ മതി. കൂടുതലൊന്നും കാണിക്കണ്ട ഷാജി. ആ തിന്നതിന്റെ ഇത്തിരി നന്ദി അതൊന്ന് കാണിക്കാം. ഓക്കെ, അത്രയും. ഈ ഒരു ബാക്കി കുറെ ഉണ്ട്, ഞാൻ വെക്കുന്നില്ല. ഇത്രയൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഈ ഒരു പെണ്ണുപിള്ളയുടെ ഒരു മൂഡ് എങ്ങനെയാണെന്ന്. പ്രോപ്പറായിട്ട് ഈ ഒരു എന്താണ് പറയുക, ഒരു പരദൂഷണം അമ്മായി. നമ്മൾ ഒരു വേറെ ടൈപ്പ് ഓഫ് ചേട്ടന്മാര് റിയാക്ട് ചെയ്യുന്ന മറ്റേ അത് നമുക്ക് ഇതിനു വേണ്ടി അത്ര ഉള്ളടേ. പക്ഷെ അതൊന്നും അല്ല. ഇതും അതിനു വേണ്ടി തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി ഇവർക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ? ഫാമിലി വ്ളോഗേഴ്സ് അല്ലേ? ഈ സ്വന്തം കുടുംബക്കാരുടെ, അതും അവർക്ക് തന്നെ അറിയാം സ്വന്തം കുടുംബക്കാരുടെയും ഇവളൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കഥ പറയുമ്പോഴത്തേക്ക് അത് ഇവിടുത്തെ റിയാക്ഷൻ ചാനൽസ് എടുത്ത് റിയാക്ട് ചെയ്യും. എന്തിനാ? അതിന് നിങ്ങളൊക്കെ തന്നെയാ ഈ അവസരം ഉണ്ടാക്കി തരുന്നത്. അല്ല നമ്മളായിട്ട് മറ്റേ വന്ന് ചേച്ചിയുടെ കുടുംബത്തിലെ കഥ പറ, ഞങ്ങളുടെ അടുത്ത് വഴറ്റട്ടെ എന്ന് പറഞ്ഞ് നമ്മളാരും വരുന്നില്ല. എന്തിനാ ഈ വൃത്തികേട് കാണിച്ചിറങ്ങുന്നത്? ഫാമിലി വ്ളോഗേഴ്സ്, ഓരോ ഫാമിലി വ്ളോഗേഴ്സിനോട് എനിക്ക് ചോദിക്കാറുള്ളത്, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് കേട്ടോ. അവർക്ക് കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ കാണിച്ച് മാസം കാശുണ്ടാക്കി പോകുന്നവരുണ്ട്. പക്ഷെ ഇതുപോലുള്ള ഇവരുടെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഫേസ്ബുക്ക്, യൂട്യൂബിൽ തന്നെ ഇവർ മറ്റേ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും ഒക്കെ കൊടുത്താൽ ഇവർ ഇട്ടിരിക്കുന്നത്. എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആൾക്കാരെന്താ, നീ ഈ മറ്റേ ഇതും കൊണ്ടുണ്ടല്ലോ ഇങ്ങനെ ചോദിച്ചോണ്ട് നീ റോട്ടിലോട്ട് ഇറങ്ങുക, അതാ നല്ലത്. അല്ലാതെ ഈ ഇങ്ങനെ വൃത്തികേട് കാണിക്കാൻ നിൽക്കരുത്. ഇവരെ ആരും ചെന്ന ആവശ്യമില്ലാതെ ഇവരുടെ ഇപ്പൊ ഞാൻ കാണിച്ച വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് അല്ല, പക്ഷെ അതിനകത്തെ കമന്റുകൾ ഞാൻ നോക്കി, ഒരു ഭൂരിഭാഗവും 98% ഇവിടെ തെറി പറയും, ഇവര് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടത്. ഇതിന്റെ മുമ്പത്തെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തു. എനിക്ക് തോന്നുന്നു അതിനകത്ത് മറ്റേ ഈ മാലയുടെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓഫ് ചെയ്തു. നല്ല തെറി കേട്ടോണ്ടാ. അപ്പൊ എന്റെ പൊന്നു ഷാജി പെങ്ങളെ നിർത്ത്. ഈ വന്നിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടുള്ള ഈ ചേച്ചിയുടെ കുടുംബക്കാരെ ആ ഒരു പരിപാടി അത് നിർത്തിയില്ലെങ്കിൽ നീ തന്നെ നാട്ടുകാരുടെ ഫ്രണ്ടിലെ ചീത്ത ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമ്മൾ ആരും ആക്കണ്ട, ആയിക്കോളും. പിന്നെ നമ്മുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഇവരുടെ ഈ ഒരു കേസിൽ ഇപ്പൊ ഇവരുടെ ഒരു കല്യാണം കഴിഞ്ഞ വിഷയമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു
ഈ അടുത്തൊന്ന് കല്യാണം കഴിഞ്ഞായിരുന്നു, ഒരു പയ്യനെയാണ് കെട്ടിയത്. അത് മറ്റേ ഉടായിപ്പാണെന്നാണ് മൊത്തത്തിൽ ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. ഇവര് മറ്റേ ഈ പച്ചയ്ക്ക് പറയാനാണെങ്കിൽ മോശം, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ആ പയ്യൻ എന്തോ തമാശക്ക് ചേച്ചി എടുക്ക ചെന്നു, ചേച്ചി പിടിച്ചങ്ങ് പെടുത്തി. ആ ഒരു മൂടൊക്കെയാണ് ഞാനിപ്പം കഥകളൊക്കെ കേൾക്കുന്നത്. ഞാൻ അറിഞ്ഞത് ജിനൂസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറിന്റെ ചാനലില് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരുടെ ഈ ഒരു കല്യാണം, അതായത് ഭർത്താവ് മരിച്ചതിന് ശേഷം ഇപ്പോൾ ഇവർ കല്യാണം കഴിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു കല്യാണം വ്യാജമാണ്. ഇതൊരു ഹണി ട്രാപ്പാണ്. ഒരുപക്ഷെ സമാനമായ രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഒരു ഹണി ട്രാപ്പിൽ ഒരു യുവാവിനെ ഷാജി പെടുത്തിയിരിക്കുകയാണെന്നുള്ള സംശയമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല. സോ ഇതുമായി ബന്ധപ്പെട്ട് ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഷാജിദയുടെ ഇപ്പോൾ കല്യാണം കഴിച്ച ഷറഫ് അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് മനസ്സിലാക്കുന്നു. ഷറഫ് അലി ഗൾഫിലാണ്. ഇപ്പോൾ ഷറഫ് അലിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരാളുടെ കമന്റ് അനീഷ് എന്ന് പറയുന്ന ഒരു ബ്ലോഗറുടെ ചാനലിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും അത്തരം ഒരു കമന്റ് കാണുമ്പോൾ വളരെ അസ്വാഭാവികത തോന്നുന്നുണ്ട്. ഒരു കമന്റ് ആണെങ്കിൽ പോലും കേവലം ഒരു കമന്റായി ഇതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ പറഞ്ഞ ഷറഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ഷാജി കല്യാണം കഴിച്ചു എന്ന് പറയപ്പെടുന്ന ഷറഫ് അലി പയ്യന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ ആ പയ്യനുണ്ടായ മാനഹാനി, ആ പയ്യൻ കടന്നു പോകുന്ന അവസ്ഥയൊക്കെയാണ്. യുഎയിൽ മൊബൈൽ ഷോപ്പ് സ്വന്തമായുള്ള പയ്യനായിരുന്നു ഇവൻ. അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുമായി 2 വീട്ടുകാർ തമ്മിൽ വാക്ക് പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചു, മോതിരമിട്ട്. എന്നിട്ട് അവൻ ഗൾഫിലേക്ക് പോയി. 1 വർഷം കഴിഞ്ഞ് കല്യാണമായിരുന്നു. ആ വരവ് വന്നപ്പോഴാണ് ഷാജി പയ്യനെയും കൊണ്ട് കടന്നു കളഞ്ഞത്. രജിസ്റ്റർ മാരേജ് ചെയ്തു. അവന്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഇതറിഞ്ഞില്ല. ഇവൾ 3 ഷോർട്ട് വീഡിയോ ഇട്ടു ലവ് എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ട പെണ്ണിന്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് പിന്മാറി. അവൻ അപ്പോൾ തന്നെ ഗൾഫിലേക്ക് മുങ്ങി. പിന്നെ ഈ മൂദേവി പറയുന്നുണ്ട് നിക്കാഹ് അവന്റെ നാട്ടിൽ വേറെ പള്ളിയിൽ വെച്ച് കഴിഞ്ഞെന്നു. അല്ല, ഇവൾ അവനെയും കൂട്ടി വയനാട് പോയി. അവന്റെ കൂടെ അവന്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവിടുന്നാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത്. എന്നിട്ട് വയനാട് റിസോർട്ടിൽ താമസിച്ചു. ഈ മൂദേവി പറയുന്നുണ്ട് ഡിസംബർ 1 ആണ് നിക്കാഹ് കഴിഞ്ഞതെന്ന്. അല്ല, നവംബർ 22 കഴിഞ്ഞത്. വയനാടുള്ള റീൽസ് ഈ സ്ത്രീ യൂട്യൂബിൽ ഇട്ടപ്പോൾ അവന്റെ നാട്ടിൽ അറിഞ്ഞപ്പോൾ അവൻ നവംബറിൽ തന്നെ ഗൾഫിലേക്ക് മുങ്ങി. ഇവൾ പഠിച്ച കള്ളിയാണ്. ഇപ്പോൾ ലോക്കറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അവൻ കൊടുത്തതല്ല, അവനെ ഇതിൽ പെടുത്തിയതാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടായിരുന്ന അവനിപ്പോൾ നാണക്കേട് കൊണ്ട് പേരെല്ലാം മാറ്റി ഒരുതരം ഒളിച്ചിരിക്കുന്നത് പോലെയാണ്. എന്റെ പൊന്നെ ഷാജിത്ത കയ്യിന്ന് പൊക്കോണ്ടിരിക്കുക മൊത്തത്തിൽ. ഇനിയെങ്കിലും നിർത്തിക്കോ. ഇനി ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ജിനൂസിന്റെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷാജിദ ഒരു കമന്റ് അങ്ങോട്ട് ഇട്ടു. കമന്റ് ഇതാണ്: 5 മക്കളുള്ള പെണ്ണിന്റെ കൂടെ കഴിയാം, കല്യാണം തെറ്റ്. ഓഹോ, എന്ത് ലോകമാടോ, നീ തെളിവ് കൊണ്ടുവാ, എന്റെ കയ്യിൽ ഫുള്ള് തെളിവുണ്ട്. ഓക്കേ. അപ്പം ഇത്ത പറയുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇക്കയുടെ കൂടെ എങ്ങാണ്ട്, അല്ല ഇത്തയുടെ കൂടെ എങ്ങാണ്ട് ഈ പയ്യനൊന്ന് കഴിഞ്ഞടേ. ഇപ്പം ഇത്തയുടെ കൂടെ കഴിഞ്ഞോണ്ട് ഇത്ത കെട്ടണം എന്നുള്ളൊരു മൂഡിലാണ് ഇത്ത നിൽക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ മറ്റേ എന്തോ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വയനാടും കണ്ട് കൊണ്ടുപോയി ഈ ഒരു കല്യാണമൊക്കെ നടന്നത്, രജിസ്റ്റർ മാരേജും പരിപാടിയൊക്കെ നടന്നത്. അപ്പൊ അവൻ മറ്റേ അവന്റെ ഫുൾ ഹാർട്ടഡ്, ലൈക്ക് സ്വന്തം മനസ്സോടുകൂടിയൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഈ രജിസ്റ്റർ മാരേജിന് നിന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെട്ടുപോയി ചെറുക്കൻ. പിന്നെ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് കെട്ടിയെടുത്ത് തലേ വെച്ചു. അപ്പം ഇത്തയോട് ഞാൻ പേഴ്സണലി ഒരു കാര്യം പറയുകയാണ്. ഇത്ത ഇങ്ങനെ മറ്റേ കെട്ടിയിട്ട് ആരെങ്കിലും കൊണ്ടൊക്കെ കല്യാണം കഴിപ്പിച്ചിട്ടൊക്കെ ജീവിതകാലം മൊത്തം ഒന്നും കാണത്തൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ പൊടിയും തട്ടി പോയി. ഇപ്പൊ തന്നെ അവൻ പോയില്ല ഗൾഫിന്, അവൻ തിരിച്ചു വരത്തോ. അവൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കറക്റ്റ് ചെയ്ത് അവിടെ കല്യാണമൊക്കെ കഴിച്ച് അവൻ ജീവിക്കും. പോകുന്നത്, നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ എഴുതിയിട്ടിരിക്കുന്നത് തന്നെ വളരെ മോശമായിട്ട്. ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനൊന്നും എഴുതി ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 5 മക്കളുള്ള പെണ്ണിന്റെ കൂടെ കഴിയാം, എന്നിട്ട് കല്യാണം തെറ്റ് എന്നൊക്കെ പറയുന്നത് 5 മക്കളുള്ള ഒരു സ്ത്രീയാണ് എന്ന് നിങ്ങൾ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. മനസ്സിലായില്ലേ? അവൻ മാത്രമല്ല, അവന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആന്റി കിട്ടി പോയി. ഈ ഒരു മൂടായിരുന്നായിരിക്കാം ചിലപ്പോ അവന്. അങ്ങനെയൊക്കെ കുറെ ഐറ്റങ്ങൾ ഉണ്ടടേ ഇവിടെ. ആ ഒരു മൂടേ അവനും എടുത്ത് കാണത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിക്കണമായിരുന്നു, നിങ്ങൾക്ക് 5 പിള്ളേരുണ്ടെന്നും നിങ്ങളെക്കാട്ടിലും ഇത്രയും ഇളയതാണ് ആ പയ്യനെ. ഇളയത് മൂത്തത് അത് പോട്ടെ, ഞാനത് പറഞ്ഞെങ്കിൽ ഐ എം സോറി, ലീവ് ഇറ്റ്, അത് പോട്ടെ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് 5 പിള്ളേരുണ്ട്. ഇവൻ എന്ത് സീരിയസ്നെസ്സോടുകൂടിയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ കൂടെ കഴിയാൻ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചൂടെ പൊന്നു ഷാജിദ നിങ്ങൾക്ക്? എന്തായാലും ഈ ഒരു കമന്റിന് ജിനൂസ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് എന്തിനാ ഓന്റെ ജീവിതം കളയുന്നത്? ഭീഷണിപ്പെടുത്തി കെട്ടിയാൽ എത്ര നാൾ നിലനിൽക്കും? സത്യമല്ലേ, എത്ര നാൾ നിലനിൽക്കും? ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചാൽ എത്ര നാൾ നിലനിൽക്കും? അത് മാത്രമല്ല, ഷാജി നിങ്ങളൊന്ന് ആലോചിക്കണം. ആ പയ്യൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഇതിനു മുമ്പ്. അപ്പം അവനെ പോലൊരു വ്യക്തി നിങ്ങളുടെ അടുക്ക, അത് നിങ്ങളുടെ അടുക്ക പോട്ടെ, ഏജ് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്, 5 പിള്ളേരുള്ള സ്ത്രീയുടെ അടുക്ക വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്, നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. ആ പയ്യൻ പിന്നെ അവന്റെ ജീവിതവും കളഞ്ഞിട്ട്
അവൻ വേറൊരു കല്യാണം കഴിച്ച, അല്ലെങ്കിൽ 2 കല്യാണം കഴിച്ച ഒരാളാണെങ്കിലും 1 കല്യാണം കഴിച്ച ഒരാളാണെങ്കിലും ഡൈവോഴ്സിന് ശേഷം നിങ്ങളുടെ വരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി നിങ്ങളുടെ അടുക്കലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെ ഉള്ളവരായിരിക്കും വരുന്നത്, നിങ്ങളെ കല്യാണം കഴിക്കാനായിട്ട് ആ ഒരു ഫോമിൽ വരുന്നത്. അതല്ലാതെ വരുന്നതൊക്കെ വേറെ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. അങ്ങനെ വന്ന ഒരുത്തരെ നിങ്ങൾ ഈ പിടിച്ച് പെടുത്തിയിട്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവൻ കുറച്ച് കഴിയുമ്പോൾ പോകും. ആവശ്യമില്ലാത്ത പരിപാടികൾ കാണിച്ചിട്ട് പിന്നെ ഇതേ കണക്ക് ഈ ഒരു കമന്റ് നിങ്ങൾ ഇട്ടത് നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. നല്ല തെറിവിളിയാണ് നിങ്ങൾക്ക് അതിനകത്ത്. നിങ്ങളെ ഒരാളും സപ്പോർട്ട് ചെയ്ത് വരുന്നില്ല. കാരണം നിങ്ങൾ എഴുതിയിട്ടതേ മോശം. 5 പിള്ളേരുണ്ടെന്ന് ഇടയ്ക്ക് നിങ്ങളൊന്ന് ആലോചിച്ചാൽ കൊള്ളാം കേട്ടോ. ഈ കമന്റ് അത് നിങ്ങൾ ആലോചിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാനല്ലേ ഇടയ്ക്കിടയ്ക്ക് അത് ഇരുന്ന് പറയുന്നുണ്ടല്ലോ, കുത്തിയിരുന്ന് വീഡിയോയിലും ഒക്കെ, അത് ഇപ്പൊ കമന്റിലും. പക്ഷെ ഇച്ചിരി നാണം വേണോന്ന് ഞാൻ പറയുന്നില്ല, ഇച്ചിരി ഉളുപ്പ് വേണം. മനസ്സിലായില്ലേ? അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത്തിരി ഉളുപ്പ് വേണം. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നൊക്കെ പറയുന്നു. നിങ്ങൾ എന്ത് തെളിവാണ് ഈ കാണിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. എന്ത് തെളിവാണെങ്കിലും ഒരു സാമാന്യ മനുഷ്യനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളെക്കാട്ടിലും ഇത്ര ഇളയതൊന്നും പറയുന്നില്ല. കല്യാണം കഴിക്കാത്തൊരു പയ്യൻ നിങ്ങളെ പോലെ 5 കുട്ടികളുള്ള ഒരു സ്ത്രീയുടെ അടുക്ക് വരികയാണെങ്കിൽ അത് എന്ത് മെന്റാലിറ്റിയിലാണെന്ന് ചിന്തിക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. അത് ഈ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാണുന്ന നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക, എന്താണ് ഇനി ഇതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ പയ്യൻ മറ്റേ അയ്യോ നല്ല മനസ്സുള്ള പയ്യൻ, അവൻ ഒരുപാടങ്ങ് മറ്റേ 5 പിള്ളേരെ ഞാൻ നോക്കിക്കോളാം, ഈ ചേച്ചിയെ ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു മൂടി ചെന്നതായിരിക്കും അവൻ. അത്ര മറ്റേ പ്രേമവും സ്നേഹവും ഒക്കെ അങ്ങോട്ട് കൂടിയിട്ട് അതോ വേറെന്തെങ്കിലും ചിക്കിടി ചെന്ന് പെട്ട്, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ പറ. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വൾഗറായി പോകും. എനിക്ക് അങ്ങനെ വൾഗർ പരിപാടിയോട് വലിയ താല്പര്യമില്ല, ഞാൻ അത് ചെയ്യുന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാതിരിക്കരുത്.